നമ്മളെല്ലാവരും ദിവസവും AI ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മൾ അറിയുന്നു പോലുമില്ല. പക്ഷേ ഈ ഒരു മാജിക് പോലെ തോന്നുന്ന ടെക്നോളജിക്ക് പിന്നില് അതിന്റെ സ്പീഡിനെയും പവറിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അതാണ് മെമ്മറി. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്കൊന്ന് പോയി നോക്കാൻ പോവുകയാണ്. റെഡിയല്ലേ? തുടങ്ങാം. അപ്പോ AI എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു മാജിക് പോലെയാണ് അല്ലേ? നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, പടപടേന്ന് ഉത്തരം കിട്ടുന്നു, ചിത്രങ്ങൾ വരച്ചാൻ പറയുന്നു, അടിപൊളി പടങ്ങൾ കിട്ടുന്നു, നമ്മുടെ ഒരുപാട് പണികൾ എളുപ്പമാക്കി തരുന്നു. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ മാജിക് പെട്ടെന്നൊന്ന് സ്ലോ ആയാൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായാൽ എന്ത് സംഭവിക്കും? ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. സത്യത്തില് AI-യുടെ ഈ അസാമാന്യ പവറിന് പിന്നില് വലിയൊരു വെല്ലുവിളിയുണ്ട്. AI-ക്ക് ഭയങ്കര സ്പീഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് ഡേറ്റ വേണം. അപ്പോ ഈ ഡേറ്റയെ മാനേജ് ചെയ്യുന്നിടത്താണ് യഥാർത്ഥ പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല് AI ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണികളിൽ ഒന്നിതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. എന്താണിത് എന്നല്ലേ? ഒന്നുമില്ല, വലിയ സംഖ്യകളുടെ കുറെ പട്ടികകളില്ലേ, അതിനെയൊക്കെ ഒരൊറ്റ സെക്കൻഡിൽ ലക്ഷക്കണക്കിന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുന്ന ഒരു പരിപാടിയാണിത്. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കണക്കുകൂട്ടല്. ശരിക്കും പറഞ്ഞാൽ AI-യുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ്. ഈ സംഭവം ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് അടുക്കളയുടെ ഒരു ഉദാഹരണം എടുക്കാം. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു ഷെഫാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഷെഫിന്റെ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, അതായത് പാചകം ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെക്കുന്ന ആ ചെറിയ സ്ഥലം, അതാണ് കമ്പ്യൂട്ടറിന്റെ ക്യാഷെ മെമ്മറി. വളരെ ഫാസ്റ്റാണ്. ഇനി കൂടുതൽ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന വലിയ സ്റ്റോർ റൂമില്ലേ, അല്ലെങ്കിൽ പാൻട്രി, അതാണ് കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറി, അതായത് നമ്മുടെ റാം. അപ്പോ ഇനിയാണ് യഥാർത്ഥ പ്രശ്നം വരുന്നത്. നമ്മുടെ ഷെഫിന്, അതായത് AI-ക്ക് പാചകം ചെയ്യാൻ പാൻട്രിയിൽ നിന്ന് സാധനങ്ങൾ വളരെ പെട്ടെന്ന് കൗണ്ടർ ടോപ്പിൽ കിട്ടണം. പക്ഷെ എന്താ പ്രശ്നം? ആ സ്റ്റോർ റൂമിൽ പോയി സാധനം എടുത്തു വരാൻ കുറച്ച് സമയം പിടിക്കില്ലേ? ആ സമയം കൊണ്ട് ഷെഫിന്റെ പണി സ്ലോ ആവും. കമ്പ്യൂട്ടറുകളിലും നടക്കുന്നത് ഇത് തന്നെയാണ്. ആ വലിയ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡേറ്റ ഫാസ്റ്റായ കാഷ്യ മെമ്മറിയിലേക്ക് എത്താൻ ഒരു താമസം വരുന്നു. ഇതിനെയാണ് ടെക്നിക്കലായി മെമ്മറി ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. ഇത് AI-യുടെ സ്പീഡിനെ ശരിക്കും ബാധിക്കും. പണ്ടൊക്കെ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് അളക്കാൻ നമ്മൾ ഉപയോഗിച്ചിരുന്ന ചില വഴികളുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ AI-യുടെ കാലത്ത് അതൊന്നും പോരാ. അതെന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കാം. പണ്ടൊക്കെ ഒരു കമ്പ്യൂട്ടറിന് എന്തുമാത്രം പവർ ഉണ്ടെന്നറിയാൻ നമ്മൾ പൊതുവായി ചില സ്ട്രെസ് ടെസ്റ്റുകളൊക്കെയാണ് നടത്തിയിരുന്നത്. സംഭവം സിമ്പിളാണ്. കമ്പ്യൂട്ടറിന് താങ്ങാൻ പറ്റുന്ന പലതരം പണികൾ കൊടുത്ത് അതിന്റെ ഒരു ജനറൽ പെർഫോമൻസ് അളക്കുക, അത്രയുള്ളൂ. അപ്പോ ഈ പഴയ ടെസ്റ്റുകൾ ശരിക്കും അളന്നിരുന്നത് കുറച്ച് ജനറൽ കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, കുറേ ഡേറ്റയെ ഓർഡറിലാക്കുന്ന സോർട്ടിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു നോക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സുഷി ഉണ്ടാക്കുന്ന ഷെഫിനോട് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഒരു കേക്ക് ഉണ്ടാക്കി തരൂ എന്ന് പറയുന്ന പോലെയുണ്ട്. അത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്കിൽ അളക്കാനുള്ള വഴിയല്ലല്ലോ, അല്ലേ? നമ്മുടെ ആ അടുക്കളയുടെ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഈ പഴയ ടെസ്റ്റുകൾ എന്താ ചെയ്യുന്നത്? ഷെഫിന്റെ അടുക്കളയിൽ എത്ര അടിപൊളിയായിട്ട് ഭക്ഷണം പാകം ചെയ്യാം എന്ന് നോക്കുന്നതിന് പകരം ആ അടുക്കളയിൽ എത്ര പുസ്തകങ്ങൾ വെക്കാൻ സ്ഥലമുണ്ട് എന്ന് നോക്കുന്ന പോലെയുണ്ട്. ശരിയല്ലേ? ആ ജോലിക്ക് പറ്റിയ ടൂൾ അല്ല അത്. അപ്പോ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി അതിന് കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ. അതാണ് നമ്മളിനി കാണാൻ പോകുന്ന പുതിയ, കുറച്ചുകൂടി കൃത്യമായ രീതി. പുതിയ രീതി വളരെ സിമ്പിളാണ്. വെറുതെ എന്തൊക്കെയോ ജനറൽ ടെസ്റ്റ് ചെയ്യുന്നതിനു പകരം AI ശരിക്കും ചെയ്യാൻ പോകുന്ന ജോലി, അതേ ജോലി തന്നെ കൊടുത്ത് അതിന്റെ പെർഫോമൻസ് അളക്കുക. ഇതിന് പറയുന്ന പേരാണ് ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ലോഡ് പ്രൊഫൈലിംഗ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സുഷി ഷെഫിന്റെ കഴിവറിയാൻ അദ്ദേഹത്തെക്കൊണ്ട് സുഷി തന്നെ ഉണ്ടാക്കിപ്പിക്കുന്നു. അത്രയുള്ളൂ. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നറിയാമോ? വളരെ സിമ്പിൾ സ്റ്റെപ്പുകളാണ്. ഒന്നാമതായി, AI-യുടെ ആ പ്രധാന ജോലിയുണ്ടല്ലോ, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, അതിനെ അങ്ങ് വേർതിരിച്ചെടുക്കും. രണ്ടാമത്, ആ ഒരൊറ്റ ജോലി മാത്രം കമ്പ്യൂട്ടറിൽ റൺ ചെയ്ത് നോക്കും, ഒരു സിമുലേഷൻ പോലെ. അവസാനം, മെമ്മറി കൂട്ടിയും കുറിച്ചുമൊക്കെ പല കണ്ടീഷനുകളിൽ സിസ്റ്റം എങ്ങനെ പെരുമാറുന്നു എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ശരിക്കും നമ്മുടെ ഷെഫിന്റെ അടുക്കള ഓരോ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാനും എത്രത്തോളം എഫിഷ്യന്റ് ആണെന്ന് അളക്കുന്നത് പോലെ തന്നെ. ഈ ഉദ്ധരണി നോക്കൂ. ഇതാണ് ഈ പറഞ്ഞതിന്റെ എല്ലാം കാതൽ. AI ചെയ്യുന്ന ആ ഹെവി മാത്സ് ഓപ്പറേഷൻസ് ഒക്കെ പലതരം മെമ്മറി കണ്ടീഷനുകളിൽ എങ്ങനെ പെരുമാറും എന്ന് സിമുലേറ്റ് ചെയ്തു നോക്കുക. അപ്പോഴാണ് നമുക്കതിന്റെ യഥാർത്ഥ കഴിവ് മനസ്സിലാകുന്നത്.
ഓക്കെ, അപ്പോ ഈ പുതിയ ടെസ്റ്റിംഗ് രീതി കൊണ്ട് എന്താണ് ഗുണം? ഇത് നമ്മളെയും നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ടെക്നോളജിയെയും ഒക്കെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ, സംഭവം ക്ലിയർ ആവും. പഴയ ജനറൽ ടെസ്റ്റിംഗ് രീതി വെച്ച് ഒരു സിസ്റ്റത്തിന്റെ AI പെർഫോമൻസ് പ്രവചിച്ചാൽ ഒരു 35% കൃത്യതയെ കിട്ടൂ. എന്നാൽ പുതിയ വർക്ക് ലോഡ് പ്രൊഫൈലിംഗ് വെച്ച് നോക്കുമ്പോൾ അത് 90% വരെ കൃത്യമാണ്. നോക്കൂ, എന്ത് വലിയൊരു വ്യത്യാസമാണെന്ന്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ പുതിയ ചിപ്പുകളും സിസ്റ്റങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന എഞ്ചിനീയേഴ്സ്മാർക്ക് വളരെ കൃത്യമായ ഡേറ്റ കിട്ടുന്നു. ഇതൊരു ഗംഭീര മുന്നേറ്റം തന്നെയാണ്. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? ഇത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. ഒന്ന്, എഞ്ചിനീയർമാർക്ക് AI-ക്കു വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത കൂടുതൽ എഫിഷ്യന്റായ ചിപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. 2, ഇത് കറന്റിന്റെ ഉപയോഗം നന്നായി കുറയ്ക്കും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഫോണിലും കാറിലുമൊക്കെയുള്ള AI ആപ്പുകൾ ഇനിയും സ്പീഡും പവറുമുള്ളതാവും. പുതിയ പുതിയ AI കഴിവുകൾ നമുക്ക് കാണാനും സാധിക്കും. അപ്പോ പറഞ്ഞു വന്നതിന്റെ എല്ലാം കാതലിതാണ്: നന്നായി ഓർഗനൈസ് ചെയ്തൊരു അടുക്കള ഷെഫിന്റെ പണി എളുപ്പമാക്കും, വേഗത്തിലാക്കും. അതുപോലെ തന്നെ നന്നായി ഡിസൈൻ ചെയ്തൊരു മെമ്മറി സിസ്റ്റം ഉണ്ടെങ്കിൽ AI എന്ന ഷെഫിന് സൂപ്പറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. ഇതിന്റെ ഫലമെന്താ? നമ്മുടെയൊക്കെ ഫോണിലും കാറിലും കമ്പ്യൂട്ടറിലുമെല്ലാം കുറച്ചുകൂടി പവർഫുള്ളായ AI നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മെമ്മറി എന്ന കടമ്പ എങ്ങനെ കടക്കാമെന്ന് മനസ്സിലാക്കി. പക്ഷെ ഒരു കാര്യം ഓർക്കണം, AI മോഡലുകൾ ഓരോ ദിവസം കഴിയും തോറും ആയിരക്കണക്കിന് മടങ്ങ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്, കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ബോട്ടിൽ നെക്ക്, അടുത്ത വലിയ വെല്ലുവിളി എവിടെയായിരിക്കും? ചിലപ്പോൾ അത് കറന്റിന്റെ ഉപയോഗത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും ഡേറ്റ എവിടെ നിന്ന് കിട്ടും എന്നതിലായിരിക്കാം. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.